വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അപ്പവും ബീഫ് കറിയുമാണ്. ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അപ്പത്തിന് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പം കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കി എടുക്കുവാണേ. അപ്പം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്കിനി ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് കറിക്ക് വേണ്ടിയിട്ട് ബീഫ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മൾ അരിഞ്ഞ് നേരത്തെ തന്നെ തലേ ദിവസം തന്നെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെടുത്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ളി ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് വേണം വേവിക്കാൻ കേട്ടോ. അപ്പോൾ ഉപ്പ് മാത്രമല്ല, മുളക് പൊടി ചേർക്കുന്നുണ്ട്, മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഗരം മസാല, അപ്പോൾ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല, കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചത് ഇതെല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബീഫ് റെഡിയാക്കി വെക്കുന്നതും അത് ബീഫ് അരിഞ്ഞ് വെക്കുന്നതും പിന്നെ നമ്മുടെ സവാളയും ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മളിന്ന് അടുത്ത ദിവസം നമ്മളെടുത്ത് ചേർക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ പുരട്ടിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി എടുക്കണം. എല്ലായിടത്തും എല്ലാ മസാലയും പിടിക്കുന്ന പാകത്തിന് നമ്മളെല്ലാം എടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി, തക്കാളി, തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ, തക്കാളി പിന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. ഉള്ളി, സവാള, പച്ചമുളക്, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കർ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. 3-4 വിസിലടിച്ച് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറി വെക്കേണ്ട ബീഫിൻ്റെ ആ ഒരു പാകമൊക്കെ റെഡിയാകും. ഇനി നമുക്ക് പിന്നെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കറി റെഡിയാക്കുന്ന കേട്ടോ. ഒരു സിമ്പിൾ ബീഫ് കറിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കുക്കറിലോട്ട് വെക്കുവാണ് കേട്ടോ. കുക്കർ നമ്മൾ അടുപ്പിലോട്ട് വെക്കുവാണേ. നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കാം. അപ്പം ഞാൻ അടുപ്പൊക്കെ കത്തിച്ചു, അതിലേക്ക് നമ്മുടെ പാൻ എടുത്ത് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ.
ഇനി നമുക്ക് ചീനച്ചട്ടി ഒന്ന് അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കടുകും കൂടി ഇട്ട് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുക്കർ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. ഇനി അഡീഷണലായിട്ട് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഗരം മസാല മാത്രമേ ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നുള്ളേ. അപ്പോൾ കുക്കർ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് 4 വിസിലടിച്ചപ്പോൾ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം എണ്ണ ഇച്ചിരി കൂടെ പോയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കോരി മാറ്റുവാണേ. അപ്പോൾ ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, ഒരുപാട് നെയ്യുണ്ട് നമ്മുടെ ബീഫിനകത്ത് തന്നെ. അപ്പോൾ പിന്നെ ഒരുപാട് എണ്ണ ആയിക്കഴിഞ്ഞാൽ ശരിയാകാത്തതുകൊണ്ടാണ് ഞാൻ കോരി മാറ്റുവാണേ. എന്നിട്ട് നമ്മൾ കടുകൊക്കെ ഇട്ട് കൊടുത്ത് ഇനി അത് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ബീഫിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ അതുപോലെ തന്നെ സവാള, കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചാണ് ഇട്ടത്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഈ എണ്ണയിലോട്ട് കടുക് പൊട്ടിയ എണ്ണയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. വേവിച്ച് 3-4 വിസിലടിച്ച് വേവിച്ചിട്ട് നമ്മളിതിങ്ങനെ കുറുക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിങ്ങനെ കുറുകി വരണം. കുറുകി ലാസ്റ്റ് വരുമ്പോഴത്തേക്കും കുറച്ച് ഗരം മസാലയും ഒരു നുള്ള് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഒന്നാന്തരം ബീഫ് കറിയായിട്ട് വരും കേട്ടോ. അപ്പം ഇതൊരു സിമ്പിളാണേ, ഒരു പണിയും ഇല്ല. കുക്കറിൽ വെച്ച് വേവിക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. കുക്കർ തന്നെ വേവിച്ചോളൂ, 3-4 വിസിൽ അടിച്ചാൽ മതി. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എല്ലാ അരപ്പും പുരട്ടിയാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ കടുക് പൊട്ടിച്ച് ഇതങ്ങോട്ട് ഒഴിക്കുക, വറ്റിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ ബീഫ് കറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും മൂടി വെച്ച് വേവിച്ചെടുക്കുക. മൂടി വെച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ല കുറുക്കിയെടുക്കണം കറി, അതുവരെ നമ്മൾ വറ്റിച്ചെടുക്കണം. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണോളം തൈരും കൂടെ കട്ടിത്തൈരും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിക്കൊരു കുറുക്കൽ ഇച്ചിരി കൂടുതലായിട്ട് കിട്ടും. വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവേ. അപ്പം ഞാൻ ബീഫ് വെന്തോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക. എന്നിട്ട് നമ്മൾ ഗരം മസാലയും പിന്നെ നമ്മുടെ ഇച്ചിരി കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി കറി റെഡിയായി കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. നല്ലൊരു ബീഫ് കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഒക്കെ തോന്നുവാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ബീഫൊക്കെ പെട്ടെന്ന് അരിഞ്ഞ് വെച്ചിട്ട് തലേദിവസം തന്നെ അരിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിയും സവാളയും ഒക്കെ കൊച്ചുള്ളിയും സവാളയും ഒക്കെ അരിഞ്ഞ് വെക്കുക. നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുക്കുക, എല്ലാം കൂടെ കുക്കറിലോട്ട് തട്ടുക, മസാലകളെല്ലാം പുരട്ടി കുക്കറിൽ വെച്ച് വേവിക്കുക. നല്ല അടിപൊളിയായിട്ട് ബീഫ് കറി റെഡിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ബീഫ് കറി. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്.